ജയജേഷിന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഒരു അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് അവർക്കറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് ചെറിയൊരു സാധനമാണ്. അത് നമുക്ക് ഇത് എന്തായാലും പൊളിച്ചു നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഞാൻ വന്നപ്പോൾ ഇങ്ങനെ പൊളിച്ചു പോയി. കാരണം നമുക്ക് 2 പ്രാവശ്യം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഒരു ബോളും ഒരു പ്രാവശ്യം ഒരു സോപ്പും കട്ടയും കിട്ടി. അപ്പോൾ നമുക്ക് ഈ സാധനം പൊളിച്ചു നോക്കാം. ആമസോണാണ് ഇത്, അത് ഫ്ലിപ്പ്, ഇത് ആമസോണാണ്. പക്ഷെ എന്തായാലും നമ്മൾ പൊളിച്ചു നോക്കി. അപ്പോൾ എന്തായാലും ഈ സാധനം കണ്ട എന്തായാലും അവന് കിട്ടും. തുറക്കുമ്പോൾ തന്നെ പേര് കാണും, ഉറപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു സാധനമാണ്. അപ്പൊ ഞാൻ അവയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ സാധനം വാങ്ങിയ കാര്യം. തുറക്കുമ്പോ വേറെ എന്തെങ്കിലും ജാവിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇല്ല, വേറെ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മള് സ്പ്രേ പെയിന്റിന്റെ ഇത് മേടിച്ചാണ്. ഇത് ചെറുത്, മറ്റേ ഡിസൈനൊക്കെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷാണ്. റീചാർജബിൾ ടൈപ്പാണ് വരുന്നത്. വേണ്ട, റീചാർജബിൾ. ഇതിലിപ്പോൾ കാറ്റുണ്ട് കേട്ടോ. കാറ്റുണ്ട്. അപ്പോൾ ഇങ്ങനെ 2-3 മോഡൊക്കെ വരുന്നുണ്ട്. സംഭവം നമ്മളപ്പോൾ മേടിച്ചപ്പോഴേ സർപ്രൈസ് ആക്കി വെച്ചിട്ട്, സാധാരണ നമ്മൾ എന്ത് സാധനം മേടിച്ച് ഒന്ന് യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഇത് ഇടാറുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ അറിഞ്ഞിട്ടില്ല ഇത് വാങ്ങിയ കാര്യം. അപ്പോൾ ഒരു സർപ്രൈസ് ആയിക്കട്ടെ. ഇവനോട് പറയാണ്ട് റിവ്യൂ എടുക്കണം എന്നല്ല, മറ്റേ ഇത് അൺബോക്സിങ് എടുക്കണം എന്നാണ് ഇത് വിളിച്ചോണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റിൽ വരുന്നത് ഒരു എയർ ബ്രഷ്, ഒരു കുഞ്ഞ കംപ്രസർ, പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ടിന്നും ഒരു ചെറിയ ടിന്നും, പിന്നെ ഇതുമ്പോൾ വേറൊരു ടിന്ന്, ആകെ ടിന്നിൻ്റെ കളിയാണല്ലോ. പിന്നെ നമുക്കിത് ശരി അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ ഇതൊക്കെ കുത്തി കളയാനുള്ള സാധനമാണെന്ന് തോന്നുന്നു. നമുക്ക് മറ്റേ ചാനോട് വെച്ചിട്ട് ചെയ്താൽ പറ്റില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലുള്ളതായിരിക്കും. ക്ലീൻ ചെയ്യാനുള്ള സാധനമാണെന്ന് തോന്നുന്നുണ്ട്. ഇതുണ്ട്. പിന്നെ അതെ ഒരു എക്സ്റ്റെൻഡിങ് പൈപ്പ് ഉണ്ട്. സാധാരണ നമ്മൾ ശരിക്കും നോക്കിയതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ അൺബോക്സിംഗ് ഒക്കെ മിക്ക സാധനത്തിൻ്റെ ഇടാറ്. രണ്ടാമത് തൊട്ടിച്ച് കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ വീണ്ടും അൺബോക്സിംഗ് ഇടാൻ. റിമോട്ടിൻ്റെ ഒന്നല്ല കേട്ടോ, മറ്റേ ESC കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ചെറിയൊരു C ടൈപ്പ് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ബോക്സിൽ വരുന്നത്. നമുക്കിനി ഇത് യൂസർ മാനുവൽ ഇത് വായിച്ചു നോക്കണം. പിന്നെ പെയിൻറ്റ് മിക്സ് ചെയ്യാൻ പഠിക്കണം. ഇതൊന്നും അറിയാൻ പാടില്ല. പക്ഷേ നമ്മൾ ഈ കുറേ ഈ മറ്റേ ഇത് പെയിൻറ്റില്ലേ, എന്താണ് പെയിൻറ്റിൻ്റെ പേര്, സ്പ്രേ പെയിൻറ്റില്ലേ, കുപ്പി, അത് മേടിച്ചിട്ട് അടിക്കുമ്പോൾ പല ബ്രാൻഡിൻ്റെ ആണ്. ചില ബ്രാൻഡുമ്മേ നമുക്ക് ഒരു ബ്രാൻഡിൻ്റെയാണ് വൈറ്റ് ബ്ലാക്ക് അടിച്ച് ബേസ് അടിച്ചതേക്ക്, അതിൻ്റെ മുകളിൽ വേറെ ബ്രാൻഡ് വൈറ്റ് അടിക്കുമ്പോൾ വിള്ളൽ വീഴുക. അതേമാതിരി വീടിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ച് അടിക്കാൻ പറ്റില്ല, ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അക്രിലിക് പെയിൻറ്റ് അതിൽ ഒഴിച്ചടിക്കാൻ പറ്റും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറേ പേര് മറ്റേ ഇതൊക്കെ അടിക്കുന്ന NC പൊട്ടി കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അതിൽ ഓട്ടില്ല, ഓട്ടില്ല. നമുക്ക് എന്തായാലും സാധനം വർക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനെ പറ്റിയുള്ള സംഭവം കാണുമ്പോൾ നല്ല ഫിനിഷിങ്ങും അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് നമ്മൾ എന്തായാലും വീഡിയോ എന്തായാലും ഇടാം. അപ്പോൾ ഈ സംഭവം നല്ലതാണ്. അപ്പോൾ ഈ മിനിയേച്ചർ ചെയ്യണവർക്കും പിന്നെ ഈ മറ്റേ കേക്കിൻ്റെ വർക്ക് ചെയ്യണവർക്കൊക്കെ പട സാധനമാണ്. അറൗണ്ട് ഒരു 3,000 വരെ താഴെ റേറ്റ് വരുന്നുള്ളൂ. എന്തായാലും ഞാൻ മറ്റേ ഇതിൻ്റെ ലിങ്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. മറ്റേ പ്രൊഡക്റ്റിൽ മറ്റേ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മാത്രമല്ല കിട്ടുള്ളൂ, അത് ഞാൻ ടാഗ് ചെയ്ത് വിടാം. നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിലും വാങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് മേടിച്ചപ്പോൾ അവന് എക്സ്പ്രഷൻ എടുക്കാൻ പറ്റിയില്ല, അവൻ ക്യാമറ മുന്നിലേക്ക് വരില്ല, അതുകൊണ്ട് അവൻ എക്സ്പ്രഷൻ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ സെറ്റാണ്. അതിനുണ്ട് അറിയ വിചാരിച്ചില്ലല്ലോ നീ ഇതിങ്ങനെ തുറക്കുന്നു, ഇതിൽ പെയിൻറ്റ് ഒഴിക്കുന്നു, അടിക്കുന്നു, ഇതൊക്കെയാണ് ഭയങ്കര പ്ലാനിങ് ഒക്കെ. പക്ഷേ പെയിൻറ്റ് മിക്സ് ചെയ്യാനോ അതിൻ്റെ കൺസിസ്റ്റൻസിയോ ഒരു തേങ്ങ അറിയാൻ പാടില്ല. അതൊക്കെ നമ്മളോട് പെയിൻ്റ് അടിക്കുന്ന ചേട്ടനോട് ചോദിച്ച് പഠിക്കണമെങ്കിൽ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ബാക്കി അഭ്യാസങ്ങൾ, മറ്റേ ഡൈകാസ്റ്റിൻ്റെ പെയിൻറ്റിങ്, മിനിയേച്ചറിൻ്റെ പെയിൻറ്റിങ്, പല ഉടായ്പകളും നിങ്ങൾ ഇനി സഹിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.